അപ്പോൾ രാവിലെ തന്നെ മുത്തുമണികളെ ഓട്ടട റെസിപ്പിയും കൊണ്ടാണ് വന്നിക്കണ കേട്ടോ. അപ്പോൾ കുറേ മുന്നേ വീഡിയോയിൽ എല്ലാവരും ഇങ്ങനെ ചോദിച്ചിരുന്നു ഓട്ടട റെസിപ്പി ഇട്ടുതരുമോ എന്ന്. അപ്പോൾ ഓട്ടട ഉണ്ടാക്കാൻ അറിയാത്തോലും ആരും ഇല്ലല്ലോ, എന്നാലും ഒന്നാണ് കാണിച്ചു തരാമെന്ന് കരുതി. ഇന്ന് രാവിലെ തന്നെ നേരം വൈകിക്കണം കേട്ടോ മക്കളെ. നമ്മളെ റിതു ചായ കുടിച്ചുകാണ്ട് ബിസ്ക്കറ്റും ചായ കുടിച്ചുകാണ്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കുത്തർന്നാൽ കുറേ നേരം ഉണ്ടാക്കണമല്ലോ. എന്തായാലും അടുപ്പത്ത് ഉണ്ടാക്കാമെന്നുള്ള മട്ടത്തിൽ അരിയൊക്കെ രാത്രി കടന്നപ്പോൾ ഞാൻ കുതിർത്താൻ വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നേരം വൈകിയോണ്ട് ഞാൻ എന്താ കാട്ടി ആ ഗ്യാസുമ്മല ഉണ്ടാക്കിയിട്ട് ഓട്ടടയൊക്കെ ഗ്യാസുമ്മ ഉണ്ടാക്കിയാൽ കാക്കു ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. ഇന്നാണ് ഈ കാക്കു ഇവിടെ ഉണ്ടാനും. അപ്പോൾ ഏതായാലും മാവൊക്കെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആ കുതിർത്തി അരി ഞാൻ നല്ലോണം ഒന്നൊരു തുള്ളി വെള്ളത്തിലിട്ട് കാണ്ടേ നന്നായിട്ടാണ് അടിച്ചെടുത്തു കേട്ടോ. അതിൽ ലേസം വറ്റും ചേർത്തിട്ടുണ്ട്, വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ മക്കളെ. അപ്പോൾ ചൂടില്ല വെള്ളം ഉണ്ടല്ലോ അതൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് ഒരു ലേസം പാർന്ന് കാണ്ട് നന്നായിട്ടാണ് ഇളക്കിക്കൊണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഓട്ടട. അല്ലാതെ പ്രത്യേകിച്ച് അതിക്കൊന്നും ചേർത്തിട്ടൊന്നുമില്ല, തേങ്ങയും കൂട്ടലില്ല കേട്ടോ മക്കളെ. അപ്പസോടയും കുപ്പസോടയും ഒന്നും ഇടൂല്ല കേട്ടോ. ചിലോല് പറയണേക്കാം നന്നാണില്ലാത്ത ആ ഓട്ടട അതിൽ മുട്ടയൊക്കെ കൂട്ടണതാണ് ചിലോല് കേട്ടോ. നമ്മളതൊന്നും കൂട്ടൂല കേട്ടോ. മുട്ടയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ചെയ്മോക്ക് പറ്റൂല. അപ്പോൾ ഓട്ടടക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതിട്ടോ. ആ മാവ് അങ്ങോട്ട് റെഡി ആയാൽ ഉസാറാവും ഓട്ടട കേട്ടോ. അപ്പം ഇനി ഓട്ടടയൊക്കെ ഉണ്ടാക്കട്ടെ. ചെറിയ വ്ളോഗൊക്കെ ആയിട്ട് എടുത്തതാണ് കേട്ടോ മക്കളെ. അപ്പോൾ കുറച്ച് നമ്മൾ വോയിസ് കൊടുത്തിട്ടുള്ളൂ, മറ്റൊക്കെ വ്ളോഗ് അയക്കാണ്ട് ചെയ്താട്ടോ മക്കളെ. അപ്പോൾ അതാക്കണ് തേങ്ങയൊക്കെ മുറിച്ചണുണ്ട്. അപ്പോൾ ഇതിന് കാക്കൂനൊന്ന് മെല്ലെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കൈജിന് ഭയങ്കര വേദന കേട്ടോ മക്കളെ. നിങ്ങൾക്കൊക്കെ ഉണ്ടോ വലുത് കൈയിൻ്റെ ഒരു സൈഡ് ഭാഗം ഭയങ്കര വേദനയാണ് എനിക്ക്. അപ്പോൾ തേങ്ങ ചേരണ്ടാ ഞാൻ ഓല ആരെങ്കിലും വിളിച്ചലാണ് കേട്ടോ. തേങ്ങ വെള്ളം ഞാൻ തന്നെയാണ് കുടിച്ചിട്ടോ മക്കളെ, അല്ലെങ്കിൽ തല്ലുവിടും. നിങ്ങൾ ഈ കറാന്ന് കേട്ടിട്ടല്ലേ വരാത്ത ഒന്ന് ചേർത്തിക്കൊണ്ട് കറച്ചപ്പളേ മനസ്സിലായി. ഞാൻ ഷെയ്മോളെ കൊറേ നേരം വിളിച്ചിട്ട് ഷെയ്മോളെ ഇപ്പാനൊന്ന് വിളിച്ചടി കഴിച്ചു വെച്ചായിട്ട് വെച്ചാണ്. അപ്പൊ ഷെയ്മോള് മുണ്ടണന്നല്ല, നിങ്ങള് മുണ്ടണില്ല അച്ചാറിയ കറാന്ന് വെച്ചിട്ട് മുണ്ടാക്കാണ്ട്. അപ്പൊ ഇങ്ങനെയല്ലേ മോലാക്കാൻ പറ്റുള്ളൂ. ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ? സുഖല്ലേ നിങ്ങൾക്കൊക്കെ? നമ്മളിവിടെ അൽഹംദുലില്ല കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോണിട്ടോ. മക്കൾക്കൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. മിന്നൂനുണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാവിലെ ഓട്ടട ഉണ്ടാക്കാം. രാവിലെ എണീറ്റപ്പോ നേരം വൈകിട്ടോ മക്കളെ. അപ്പൊ ഇത് ആന്നും കഴിക്കാതെ പോയി, ബിസ്ക്കറ്റും ചായ കുടിച്ചു പോയി. എല്ലാവരും ഓട്ടട തേങ്ങ തീക്ക് ഇട്ടാ അവർക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ മക്കളെ. അവർക്ക് ഇങ്ങനെ തേങ്ങാപ്പാല് പിഴിഞ്ഞിട്ട് അതിൽ ഒപ്പിക്കാണ്ട് തിന്നണം, അതാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ തേങ്ങ ഇവിടെ ഇല്ല. നല്ല മേലത്തെ കാക്ക് തേങ്ങ തെങ്ങ് എന്താ പറയാ തേങ്ങ ഇട്ടപ്പോഴേ അമ്മക്ക് 2-4 തന്നതാട്ടോ. അപ്പൊ അങ്ങനെ തേങ്ങ കാണുമ്പോ ഒരു ഓട്ടട ഉണ്ടാക്കാൻ പോവുകയാണ്. ഓട്ടടന്റെ റെസിപ്പി എങ്ങനെയാ താഴ്ചണ്ട? ഓട്ടട നിങ്ങളൊക്കെ ഉണ്ടാക്കില്ല മക്കളെ. അരി വെള്ളത്തിലിട്ട് കുതിർത്തുകാണ്ട് രസം ചോറ് ഇട്ടുകാണ്ടാണ് അരച്ചു. നിങ്ങൾ കണ്ടില്ലേ രസം ചൂടുവെള്ളം പറഞ്ഞു ഞാൻ കേട്ടോ. വെള്ളം തളിച്ചല്ല, ചൂടുവെള്ളം പറഞ്ഞോണ്ടെന്നാണ് ആൾക്കാര് മാവൊന്ന് സ്മൂത്താവും. അതിന് മടിയിലാണ്ടാണ് രസം ചൂടുവെള്ളം ഉപയോഗിക്കുന്നത്. ഉപ്പ് ഇട്ടു അത്ര തന്നെ ഉള്ളു കേട്ടോ. ഒന്ന് കാക്കു പോയിട്ടില്ല, അപ്പൊ ഒന്ന് ഹെൽപ്പിങ്ങിന് നിന്നാലേ അല്ല കേട്ടോ, ഒന്നും പണിയില്ല. അപ്പൊ ഒന്നും കൂടി ഉണ്ട്. അതുണ്ടാവോ ഇതോ ഒരു രസം കൂടി ഞെട്ടിക്കാതെ. ഉണ്ടാക്കി എന്താ മേവോ ഉണ്ടാക്കി
മിന്ന പൊന്നും മിന്നും താലിമാലകളേറെ അണിയാതെ പെൺകുട്ടികളെ കിട്ടുകയില്ല കാലത്ത്. പൊന്നെ ഇപ്പൊ തേങ്ങാപ്പാല് വിജണു വിജണു തേങ്ങാപ്പാല് പരന്ന് വാങ്ങിക്കാം. അപ്പൊ മക്കളെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓട്ടട കിട്ടുട്ടോ. നമ്മളെ ഓട്ടട കണ്ടോ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ടീച്ചർ കൂട്ടിക്കാണ്ടാണ് പാര എന്നിട്ട് ടീച്ചർ പുറത്തുക. ഓയ് അഞ്ചാനെ എല്ലാരും കാണുന്നുണ്ട്. അമ്മടെ കുത്തർക്കുക ഒന്നേ പിന്നിവിടെ പിന്നെ തട്ടി കുടുക്കി എടുക്കൽ തുടങ്ങി. അപ്പൊ മക്കളെ കാക്കൊന്നും പോയിട്ടില്ല കേട്ടോ. ഇനി കാക്കു പോയില്ലേ താത്താ ചോദിച്ചേട്ടാ. കാക്കൊന്നും ഇപ്പൊ മിന്നൂന് വയ്യാത്തോണ്ട് അവളൊന്ന് ഡോക്ടറെ കാണിക്കണം കേട്ടോ. കാണിക്കാൻ ഞാൻ പറ്റൂല. നമുക്ക് മറ്റൊരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഉണ്ടാവില്ല. ഛർദിക്കണമൊന്നുമില്ല കേട്ടോ. ചെറിയ പനി ഉണ്ട്. അപ്പൊ ഒന്ന് കൊണ്ടേ കാണിക്കാന്ന് കരുതിക്കാണ്ട് അപ്പൊ ഇന്ന് ലീവ് എടുത്തിട്ടാണ്. ലീവ് എടുത്തോ നല്ല പത്തുവാ. കാക്ക് കൊറേ ദിവസം മുമ്പ് പറഞ്ഞിനെ. കാക്കേ കൊറേ ദിവസം മുമ്പ് പറഞ്ഞിനെ കിണറ് എപ്പോഴും വരിക നന്നാക്കാൻ വരിക ചെയ്യണ്ട. അപ്പൊ നാളെ വരാൻ മറ്റന്നാൾ വരാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ നിന്നിട്ട് പോയി. നമ്മൾ അന്തിക്കാൾ വിളിച്ചത് അറിഞ്ഞു അടുത്തല്ല വന്നാൽ മതി. കിണറ് കഴിക്കുന്നുട്ടോ. അപ്പൊ ഓരോന്ന് കഴിഞ്ഞിട്ട് വേണ്ട കാക്കാറിനൂടെ മഴ എന്താണ് വെള്ളം നിറഞ്ഞിപ്പോയി. നിങ്ങളെ ഭാഗത്തൊക്കെ മഴ ചെയ്ത മക്കളെ നല്ല ഇത് പോയിട്ട് എന്തായി ഉണ്ടാവൂലേ. നല്ല പോയിട്ട് 2-3 വിൽക്കാൻ കഴിഞ്ഞോളൂ കേട്ടോ. എന്താ വെച്ചാ പെരും മഴ ഇനിയല്ലോ. അഞ്ചരങ്ങാടി നല്ല മഴയായിരുന്നു. അപ്പൊ വിൽക്കാൻ കഴിഞ്ഞില്ല. ഒക്കെ പോയാണ്. ഒക്കെ അവിടെ ഇവിടെ കയറിയിരിക്കുകയാണ്. മഴ ഇല്ലാത്ത നേരത്തൊക്കെ കൊണ്ടുപോയി വിൽക്കണം മക്കളെ. എപ്പോഴാണ് പോകുള്ളൂ. ഒക്കെ ശരിയാവും. ഓരോ ഓർഡറൊക്കെ വരുന്നുണ്ടാവും. അതിനനുസരിച്ചൊക്കെ എയിമെന്നാ കണ്ണ കൊടുക്കണ്ടേ. ഭയങ്കര ചൂടാണേ. നിങ്ങൾ കൊടുക്കി തേങ്ങാപ്പാലൊക്കെ ഇങ്ങോട്ട് കൊടുത്താ. ഓയ് ആരെ ഈ കുടിക്കവിടെ എടുത്തിട്ട് തട്ടി കടിഞ്ഞു പോകൂലേ മക്കളെ. അത് ഞാൻ അതിന്റെ ഉള്ളിലേക്ക് കമ്പിയക്കും ഓലും ഇങ്ങോട്ട് എടുത്തു. അങ്ങോട്ട് എടുത്തേക്കും ഒരു ഇങ്ങോട്ട് വണ്ടിയാണ് മനസ്സിലായി. 2-ാം പാലും 3-ാം പാലൊക്കെ എടുത്തോട്. 2-ാം പാല് 3-ാം പാല് 4-ാം പാലൊക്കെ എടുക്കാം. ഇതുകൊണ്ട് ഇത്ര കാര്യം കുടിച്ചിട്ട് കുറച്ച് അപ്പൊ കള്ളറച്ചോടുന്ന ശരി മോളെ. മണ്ണീറ്റില്ലേ എന്താണ് മാക്ക് ഇവിടെ വന്ന വേറൊരു മന്ദപ്പാലാണ്. ഇതൊക്കെ എന്താ അങ്ങനെ വാസിയാട്ടോ ഇവിടെ ഉണ്ടാക്കിയിരുന്നല്ല. അപ്പൊ മക്കളെ വെയ്യാഞ്ഞിട്ട് ആട്ടോൾക്ക് ഭയങ്കര വാശിയ വെയ്യാതാവുമ്പോ ഞാൻ എടുക്കണം അല്ലെങ്കിൽ കാക്കു കൊടുക്കണം. അപ്പൊ കാക്കു അപ്പൊക്കെ കൊടുത്തുട്ടോ. മക്കൾക്ക് ഷെയ്മോള് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരാലേക്ക് വെക്കിട്ടോ മക്കളെ.